ഇപ്പൊ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. SIയിൽ നിന്നും CIയിലേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ട്. ചാർജ് എടുത്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇങ്ങോട്ടിങ്ങനെ അസമയത്തൊരു വരവ് തീരെ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവന്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ലല്ലോ. സാറ് വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. ആഹാ, മാഡം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അല്ലേ? ഞാൻ മാഡത്തിനെ ഒന്ന് കാണാനാ വന്നത്. എന്നെയോ? അതെ. എന്താ സാർ കാര്യം, പറയൂ. എനിക്ക് പറയാനൊന്നുമില്ല, ചോദിക്കാനേ ഉള്ളൂ. മാഡം ഇന്ന് വേദയെ കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു. എന്താ സർ? അറിയില്ല സാർ. വേദയുടെ പരോള് സർക്കാർ റദ്ദാക്കി. പക്ഷേ അവള് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു കളഞ്ഞു. ആ ബുക്കിംഗ് ഓഫീസിൽ നിന്നാ ഞങ്ങൾക്ക് മാഡത്തിന്റെ പേര് കിട്ടിയത്. അവൾ ഈ വീടിന്റെ മുഴുവൻ ശത്രുവാ. ഏത് സമയത്തും എന്നെ കൊല്ലാൻ നടക്കുന്നവളാ. എന്നിട്ടും ട്രാവൽ ഏജൻസിയിൽ എന്റെ പേര് പറയണമെങ്കിൽ അത് എന്നെ കൊടുക്കാനായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും പോലീസിനില്ലേ? അതെ, തൽക്കാലം ഞങ്ങളിത് വിശ്വസിക്കുന്നു. പക്ഷേ നാളെ രാവിലെ 11 മണിക്ക് മാഡം സ്റ്റേഷന് വരെ ഒന്ന് വരണം. ആ ട്രാവൽ ഏജൻസിയിലെ പയ്യൻ മാഡം അല്ല അവിടെ ചെന്നതെന്ന് പറഞ്ഞാൽ പോലീസിന് കുഴപ്പമില്ല. പക്ഷേ അത് മാഡം തന്നെയാണെന്നെങ്ങാനും അവൻ പറഞ്ഞാൽ പിന്നെ മാഡം പെട്ടു. എനിക്കതിലൊരു ഭയമില്ല സാർ. കാരണം ഇതവള് എനിക്ക് വേണ്ടി ഒരുക്കിയ കെണിയാണെന്ന് എനിക്കറിയാം. നാളെ രാവിലെ ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരാം. ഓക്കെ, അത് മതി. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്. അപ്പൊ ശരി, കാണാം. ശരി സാർ. മാഡം, ഒരു മിനിറ്റ് പ്ലീസ്. എന്താ സർ? മാഡത്തിനോട് സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴാ ഓർത്തത്. കഴിഞ്ഞ ദിവസം കാവ്യവസ്ത്രം ധരിച്ച ഒരു മധ്യവയസ്കനുമായി മാഡം പുറത്തു വെച്ച് കണ്ട് സംസാരിച്ചിരുന്നു അല്ലേ? അതെ, സംസാരിച്ചു. അതിനെന്താ? ആരായിരുന്നു അയാൾ? ഏറാടി, ഒരു വൈദ്യനാ. എന്താ സർ? വൈദ്യനോ? എന്തായിരുന്നു നിങ്ങൾ സംസാരിച്ചത്? എന്റെ വണ്ണം കുറയാനുള്ളൊരു മരുന്നിന്റെ കാര്യം സംസാരിക്കാനാ അദ്ദേഹം വന്നത്. ഏറാടി വൈദ്യൻ ഭയങ്കര മിടുക്കനാ അല്ലേ? ഇനി വരുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ അദ്ദേഹത്തോട് പറയണം. എനിക്കും ചില മരുന്നുകൾ ആവശ്യമുണ്ട്. അപ്പൊ ശരി, നാളെ കാണാം. വണ്ടി എടുക്കണോ? നന്ദിനി, ആഹാ, നീ അവിടെ നിന്ന് മുങ്ങി ഇവിടെ ഒന്ന് നിൽക്കുവാണോ? സ്വാതിക്കെതിരെ ആഘോഷിക്കാൻ നല്ലൊരു വിഷയം വീണ് കിട്ടിയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിങ്ങ് പോന്നോ? ഇനി പഴയ പോലെ ഒന്നും നടക്കില്ല. എന്താ ഗൗരിച്ചി? അല്ല, നമ്മളെ കുറച്ചുകൂടി കരുതലോടെ നീങ്ങണമെന്ന് പറയുമായിരുന്നു. എന്ന് വെച്ചാ അവള് നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളിയൊന്നും അല്ല. ഇങ്ങനെ ഒരു കേസുമായിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്റെ മുമ്പിൽ എങ്ങനെ വന്ന് ചോദ്യം ചെയ്ത സത്യത്തില് ഞാൻ മുള്ളി പോവും. വല്ല കൂസലുണ്ടായിരുന്നു അവൾക്ക്. അത് മാത്രമല്ല, നീ കണ്ടതല്ലേ അവളെ മാത്രമായിട്ട് മാറ്റി നിർത്തിയിട്ട് ആ CA അവളോട് എന്തോ സംസാരിച്ചത്. ഒരു പെൺകുട്ടിയോട് അവളുടെ ഭർത്താവിന്റെ അച്ഛന്റെ മുൻപിൽ വെച്ച് ചോദിക്കാൻ പാടില്ലാത്ത എന്ത് ചോദ്യമായിരിക്കും ആ CA അവളോട് ചോദിച്ചിട്ടുണ്ടാവുക? അത് ശരിയാണല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമ്മള് കുറച്ചുകൂടി കരുതലോടെ നീങ്ങണമെന്ന്. അവളെ തളയ്ക്കാനേ നമ്മുടെ ഈ പിള്ളേര് കളിയൊന്നും പോരും മോളെ. അവളെ അധോലോകമാ, അധോലോകം. എന്ത് കുന്താണെങ്കിലും എനിക്കാകെ കൺഫ്യൂഷനാ. എന്ത് കൺഫ്യൂഷൻ? വേദ പരോളിൽ ഇറങ്ങുന്നു. ഈ വീട്ടിൽ വിളിച്ച് ഏട്ടത്തിക്ക് പണി കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് അവൾക്ക് വണ്ടി കയറി രക്ഷപ്പെടാൻ ഏട്ടത്തി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നു. അതാ എന്റെ കൺഫ്യൂഷൻ. ഓ, നിന്റെ ഈ മരത്തൽ ഉപയോഗിച്ച് ഒരു പണിയും നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നി.
ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, കിട്ടുന്നതിൽ പാതി നിനക്കും തരാം. എടി, എന്റെ കാര്യത്തിലേ നീയൊക്കെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കണ്ട. അത് നോക്കാനേ ഞാൻ തന്നെ ധാരാളം മതി. അയ്യോ, ഞങ്ങള് കാടും മലയൊന്നും കേറുന്നില്ലേ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ അല്ലേ? നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഗണിച്ചു പറയാൻ നീ ആരാ? ജ്യോതിഷരത്നോ? ആ, വല്ല കണിയന്മാരെ ജോത്സ്യന്മാരെ ഒക്കെ വിളിച്ചു വരുത്തേണ്ടി വരും ഇവിടെ. അയ്യോ, വേറൊന്നിനുമല്ല, നിന്റെ ചില കള്ളത്തരങ്ങൾ പൊളിക്കാൻ. ഇന്ന് നിന്നെ CI മാറ്റി നിർത്തി പറഞ്ഞ കാര്യങ്ങൾ അടക്കം. അതെ, പറയേണ്ടവരോട് പറയേണ്ട സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. നീ എത്ര നല്ല പിള്ള ചമയൊന്നും വേണ്ട. നിന്റെ കയ്യിലിരിപ്പേ ആരും അറിയില്ലെന്നും കരുതണ്ട. നീലിനോട് പോലും പറയാതെ നീ എന്തൊക്കെ ഒപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നീയൊക്കെ കണ്ടുപിടിക്ക്. എന്നിട്ട് ഏട്ടനോട് ചെന്ന് പറ. എന്നിട്ട് ഞങ്ങളെ തമ്മിൽ തെറ്റിച്ച് എന്നെ ഇവിടുന്ന് പുറത്താക്ക്. കാണട്ടെ നിന്റെ മിടുക്ക്. അത് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല നിന്നെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ. നാളെ പോലീസ് സ്റ്റേഷനിൽ നടക്കാൻ പോകുന്ന പൂരം ധാരാളം മതിയോ? അപ്പൊ നമുക്ക് ലോക്കപ്പിൽ കാണാം. ഗുഡ് നൈറ്റ്. അതെ, മക്കളൊന്നും നിന്നേ. നമ്മുടെ പ്രാർത്ഥനയ്ക്കും കഷ്ടപ്പാടിനും ഫലം ഉണ്ടായി. മനസ്സിൽ കളങ്കമില്ലാതെ ഈശ്വരനെ വിളിച്ചാ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അതെ, ദേ നാളെ രാവിലെ അവരുടെ മാനേജറും റൈറ്ററും കൂടി എന്നെ കാണാൻ വരുന്നു. അത് പറയാനാ ബാബുട്ട ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്, കഥ പറയാൻ. അപ്പോ ഏട്ടൻ നാളെ കഥ കേൾക്ക്. ഞാൻ അച്ഛനെ കൂട്ടി സ്റ്റേഷനിൽ പോയിക്കോളാം. ശരി, എന്നാ പിന്നെ ഞാൻ ഈ സന്തോഷം അച്ഛനോട് ഗിരിയോടൊന്ന് പറയട്ടെ. ശരി. ചോദിച്ചോളാം. സാറൊന്ന് കുറച്ച് സമയത്തേക്ക് എന്റെ കയ്യിലോട്ടൊന്ന് വിട്ടു തന്നാ മതി. ഒരു 10 മിനിറ്റ് സമയം മതി. ഇവള് മണി പോലെ സത്യം തുറന്നു പറയും. അയ്യോ, എന്റെ പൊന്ന് സിസിലി, ചതിച്ചേക്കല്ലേ. അറസ്റ്റ് ചെയ്യുന്നവരുടെ ശരീരത്ത് തല്ലാനോ ചവിട്ടാനോ ഒന്നും പാടില്ല. തലയിൽ തൊപ്പി പോവും. പ്രത്യേകിച്ച് നിയമം അരച്ചു കലക്കി കുടിച്ച ഇവരെ പോലുള്ളവരോട് പെരുമാറുമ്പോ സൂക്ഷിക്കണം. അല്ലേ സ്വാതി? സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ട്രാവൽ ഏജൻസിയിൽ ഞാൻ പോയിട്ടില്ല. വേദയെ സഹായിക്കാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുമില്ല. അവിടെ CCTV ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ സാറിന് സത്യം മനസ്സിലാവും. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. സിസിലി, സർ. അവനെ വിളിക്ക്. യെസ് സർ. ആദ്യം അവൻ നിന്നെ തിരിച്ചറിയോന്ന് നോക്കട്ടെ. CCTV ഒക്കെ അത് കഴിഞ്ഞ് നമുക്ക് പരിശോധിക്കാം. സർ, ഇവനാ ട്രാവൽ ഏജൻസിയിലെ ജോലിക്കാരൻ. എന്താടാ എന്റെ പേര്? ജയകുമാർ. ജയകുമാറെ, സത്യം മാത്രമേ പറയാവൂ. വെറുതെ കള്ളത്തരം പറഞ്ഞ് ഒരു നിരപരാധിയെ കൊടുക്കാൻ നോക്കരുത്. ഇല്ല സർ. പറയടാ, ഞാനാണോ ഒന്ന് ട്രാവൽ ഏജൻസിയിൽ വന്നത്? എന്നെ തന്നെയാണോ നീ കണ്ടത്? കള്ളം പറഞ്ഞ് എന്നെ കൊടുക്കാൻ ആരാ നിന്നെ അയച്ചത്? അതെ, മതി. വലിയ അഭിനയൊന്നും വേണ്ട. ചോദ്യം ചോദിക്കാനാ ഈ യൂണിഫോം ഇട്ടോണ്ട് ഞാനിവിടെ നിൽക്കുന്നത്. ആ ജോലി ഞാൻ ചെയ്തോളാം, മനസ്സിലായോ? പറയടാ, അന്ന് ട്രാവൽ ഏജൻസിയിൽ വന്ന് വേദയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തത് ഇവള് തന്നെയാണോ? എന്താടാ, ഇവള് തന്നെയാണോ ആള്? അതെ സാറേ, ഇവര് തന്നെയാ അന്ന് ട്രാവൽ ഏജൻസിയിൽ വന്നത്. കള്ളം, പച്ചക്കള്ളം. സത്യം പറയടാ, ആര് പറഞ്ഞിട്ടാ നീ ഈ പേരും കള്ളം ഇവിടെ വന്ന് പറയുന്നത്? ആരാ നിന്റെ പിന്നില്? എന്നാടാ ഞാൻ ഇവിടെ വന്നത്? ഇവര് തന്നെ സാറേ, എനിക്ക് ഉറപ്പാ. ഇത്രയും തടിയുള്ളതുകൊണ്ട് വന്നപ്പോ തന്നെ ഞാനിവരെ ശ്രദ്ധിച്ചതാ. എടാ ദ്രോഹി, എന്റെ മോളെ ചതിക്കാൻ കൂട്ടുനിന്നാലുണ്ടല്ലോ, കൊല്ലു നിന്നെ ഞാൻ. നിർത്തണോ? സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്നു. തന്നെയൊക്കെ ചുരുട്ടിക്കൂട്ടി ലോക്കപ്പിലാക്കി നല്ല ഉഗ്രം പണി തരേണ്ടതാ. പക്ഷേ ജനമൈത്രിയായി പോയി. ഇനി ഒരു തവണ കൂടി തന്നെ ശബ്ദം ഉയർന്ന ജനമൈത്രിയൊക്കെ ഞാനങ്ങ് മറക്കും. നീ പോയിക്കോ, വിളിക്കുമ്പോ വരണം. ശരി സാർ. നിക്ക, നീ ഇപ്പൊ പോയിക്കോ. ഇവിടെ നിന്ന് ഇറങ്ങിയാ ഞാൻ നേരെ വരുന്നത് നിന്റെ വീട്ടിലേക്കായിരിക്കും. ഓർത്തോ? അതിന് നീ ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ. ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നതേ ജയിലിലേക്കാ.
അല്ല മോളെ, അവിടെ വെച്ച് മോള് ആ സിയോട് അവര് മറുപടി തന്നോളൂ പറഞ്ഞതോ? എന്റെ അച്ഛ SP ശ്രീലത നമ്പ്യാരെ വിളിച്ചെന്ന് കേട്ടപ്പോ ഞാനൊരു ജാടയ്ക്കങ്ങ് പറഞ്ഞതാ. ഈ അപകടസന്ധിയിൽ മറഞ്ഞിരുന്നുകൊണ്ട് നമ്മളെ സഹായിച്ചത് ആരാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആരായാലും ചെയ്ത് വലിയൊരു സഹായ, അതും കൃത്യസമയത്ത്. ആ CI സ്വാതി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ തുടങ്ങിയതാ. റിമാൻഡ് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞപ്പോഴാ ആ SP വിളി വന്നു. എന്തായാലും ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാ. അച്ഛാ, നമ്മള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ സഹായിക്കാൻ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നുമില്ല. പക്ഷെ ദൈവത്തിനത് മനസ്സിലായി. ഏതോ ഒരു SP ശ്രീലത നമ്പ്യാരുടെ രൂപത്തിൽ ഒരു കോൾ. അതോടെ രക്ഷയുടെ വഴി തുറന്നു. ആരുമില്ലാത്തവരെ സഹായിക്കാൻ ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഇതാ അച്ഛാ. എന്തായാലും ആ ട്രാവൽ ഏജൻസിയിലെ ജയകുമാറിനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാണ് അവൻ നിന്നെ കണ്ടെന്ന് കള്ളം പറഞ്ഞെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അത് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. ഏട്ടാ, തൽക്കാലം വഴക്കിനൊന്നും പോണ്ട. ഏട്ടനെ പോലൊരു സിനിമാ നടൻ ട്രാവൽ ഏജൻസി ചെന്ന് വഴക്കുണ്ടാക്കാന്നൊക്കെ പറഞ്ഞാ അത് നാണക്കേടാ. സിനിമാ നടനൊക്കെ ശരി തന്നെയാ. പക്ഷെ ഞാനൊരു പച്ച മനുഷ്യനാ. ഭാര്യയും അച്ഛനെയും കുടുംബത്തെയൊക്കെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഒരു സാധാരണക്കാരൻ. എന്റെ ഭാര്യ ദ്രോഹിക്കാൻ ശ്രമിച്ച അതെനിക്ക് നോവും. ഇടിച്ചവന്റെ മൂക്ക് ഞാൻ പൊളിക്കും. ഒന്നും വേണ്ട. എന്നാലും ഇതാരാ SP ശ്രീലത നമ്പ്യാര്? ഇവരിപ്പോ എവിടുന്ന് അവതരിച്ചത്? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അല്ല, പോലീസ് സ്റ്റേഷനില് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഓ, അത് ശരി. അപ്പൊ നിങ്ങളാണോ ഞങ്ങളെ രക്ഷിച്ചത്? മോളെ, നിനക്കിപ്പോൾ ഒരു ആപത്തും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാ. അതാ ഞാൻ SP ശ്രീലത നമ്പ്യാരെ വിളിച്ച് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ആ CI മോളെ കുടുക്കിയേനെ. ആരാ നിങ്ങള്? നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പിന്നാലെ നടന്ന് സഹായിക്കുന്നത്? മോൾക്ക് തെറ്റി. ഞങ്ങളെയല്ല, മോളെ മാത്രമാണ് ഞാൻ സഹായിക്കുന്നത്. മറ്റു ചിലർക്ക് കൂടി അതിന്റെ സഹായം കിട്ടുന്നു എന്നേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? മോളെ, നിനക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടേക്ക് എത്തും വരെ ഒരാപത്തും കൂടാതെ നിന്നെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഞാനത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്റെ വണ്ണത്തിൽ കയറി തൊട്ട് വിളിച്ചാലേ കൊല്ലും ഞാൻ. ഇത്തിരി തടിയുണ്ടെങ്കിലും എനിക്ക് തന്റെ ഇടത്തിന് ഒരു കുറവുമില്ല. ഹലോ, ഇതെന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയുന്നേ? ആ ശൃംഗാരി പോയോ? ഏട്ടന്റെ പ്രൊഡ്യൂസർ? ആ, അവര് പോയി. എന്താ, തനിക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്താ പറയാനാ? അവർക്കിത്തിരി പൊങ്ങച്ചം കൂടുതലാണോ എന്നൊരു സംശയം. ദേ, ഇതുപോലുള്ളവരുടെ പൊങ്ങച്ചവാ നമ്മുടെ കാലത്തിലെ അത്താഴം. അല്ല, തനിക്കെന്താ അങ്ങനെ തോന്നാൻ? അവര് ചോദിച്ചത് കേട്ടില്ലേ, ഞാൻ ജോലിക്കാരിയാണോന്ന്? എന്നെ കണ്ട അങ്ങനെ തോന്നുവോ? ഏയ്, ഇല്ലില്ല. ആര് പറഞ്ഞു? അത് അവര് ചുമ്മാ ഒരു തമാശ പറഞ്ഞതായിരിക്കും. ഒരു തമാശക്കാരി. അവരെന്താ ചാർലി ചാപ്പിളിന്റെ കൊച്ചുമോളോ തമാശ പറയാൻ? അപ്പോ തന്റെ വണ്ണത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞത് തനിക്ക് തീരെ പിടിച്ചിട്ടില്ല അല്ലേ? സത്യം പറഞ്ഞാ ഒട്ടും പിടിച്ചില്ല. ഒരു പൊങ്ങച്ചക്കാരി. അവരെ ശരിക്കുള്ള ജോലിക്കാരികളെ കണ്ടിട്ടില്ല. അതുകൊണ്ടാ അങ്ങനെ തോന്നിയത്. തനിക്ക് അത് ഫീൽ ചെയ്തോ? ഏയ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തൊന്നുമില്ല. പിന്നെന്തിനാ ഈ ദേഷ്യം? അതെ, എന്റെ തടിയെക്കുറിച്ച് കുറ്റം പറഞ്ഞാ ആരായാലും എനിക്ക് ദേഷ്യം വരും. എന്റെ ഈ വണ്ണവും തടിയൊക്കെ എനിക്ക് അഭിമാനം തന്നെയാ. മറ്റുള്ളവർക്ക് അതൊരു കുറച്ചിലായിട്ട് തോന്നുമെങ്കിലും എനിക്കിതൊരു ഗമ തന്നെയാ. എന്നിട്ടാണോ താൻ തടി കുറയ്ക്കാൻ തീരുമാനിച്ചത്? അതിനല്ലേ താൻ പോയ വൈദ്യനെ കണ്ടത്? അത് പിന്നെ ശരിയാ. പക്ഷെ അത് വേണോന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. അതെന്താ ഇപ്പൊ തനിക്കൊരു മനംമാറ്റം? മനം മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ തടിയില്ലെങ്കിൽ പിന്നെ സ്വാതിക്ക് എന്താ ഒരു പ്രത്യേകത? മറ്റേത് പെണ്ണിനെയും പോലെ മാത്രല്ലേ തോന്നൂ. സത്യത്തിൽ ഇത്രയും തടി കൂടുതലുള്ളത് കൊണ്ടല്ലേ
എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നതും എനിക്ക് കുറച്ച് ബഹുമാനം തരുന്നതും. എന്താടി നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? നീ എന്ത് കരുതി ഈ വേദ അങ്ങ് മുങ്ങിപ്പോയെന്നോ? എടി നിന്നോട് പകരം വീട്ടാൻ ഏത് തൂണു പിളർന്നും ഈ വേദ വരും. ഓ അത് ശരി, തൂണ് പിളർന്നു വരാൻ നീ ആരാടി? നരസിംഹോ? ആ ആണെന്ന് തന്നെ കരുതിക്കോ. ഇപ്പൊ നീ ഒന്ന് പേടിച്ചില്ലേ? ആ പേടി ഇനി നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ശരി, ഞാനങ്ങ് പേടിച്ചു. നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? ഈ മണ്ടത്തരം പറയാനാണോ? ഇന്നത്തെ ദിവസം നീയൊക്കെ അവിടെ എന്തെടുക്കാണെന്ന് അറിയാനാ ഞാൻ വിളിച്ചത്. കഴിഞ്ഞ വർഷം ഈ ദിവസം ആ വീട്ടിൽ നടന്ന ആഘോഷം ഇന്നവിടെ ഉണ്ടോടി? ആഘോഷോ? എന്താഘോഷം? അപ്പോ ഇന്ന് ആഘോഷമൊന്നും ഇല്ലേ? കഷ്ടം. കാര്യമില്ലാതെ വെറുതെ ആഘോഷം സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് നിന്നെ പോലെ ഭ്രാന്തില്ല. ഒന്ന് വെച്ചിട്ട് പോടി. നീ ഇപ്പൊ എവിടെയാടി? നീ ഉണ്ടാക്കിയ കുരുക്കിന് പോലീസ് സ്റ്റേഷനിൽ കയറിയത് ഞാനാ. ആ ട്രാവൽ ഏജൻസിയിലെ പയ്യന് നീ എത്ര കൊടുത്തു? എനിക്കെതിരെ സാക്ഷി പറയാൻ. നിന്നെ കുരുക്കാൻ ഞാൻ എത്ര വേണമെങ്കിലും കൊടുക്കും, ഇനിയും കൊടുക്കും. പക്ഷേ ഇന്ന് ആ വീട്ടിൽ നടക്കേണ്ട ഒരു ആഘോഷമുണ്ട്. അതെന്താണെന്ന് അറിയോ നിനക്ക്? ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉത്സവം പോലെ ഞാനത് നടത്തിയെന്ന്. എന്താടി നിനക്ക് മനസ്സിലായില്ല അല്ലേ? ആദ്യം നീ പോയി നിന്റെ അമ്മായിയപ്പനൊരു ഹാപ്പി ബർത്ത്ഡേ പറയടി. ഇന്നാ പാവത്തിന്റെ ബർത്ത്ഡേയാ. അതെ, ഇന്നെങ്കിലും ഈ കുത്തിത്തിരിപ്പും കൊതിക്കെറിവും ഒക്കെ കളഞ്ഞ് എന്റെ കൂടെ നിൽക്കണം. നമുക്ക് അച്ഛന്റെ പിറന്നാള് ഗംഭീരമാക്കണം. ഇല്ലെങ്കിലോ? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വിഷം ചീറ്റിക്കൊണ്ട് നടക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. അതെങ്ങനെയാ? അസൂയയും കുശുമ്പും തലയ്ക്കകത്ത് കയറി നിറഞ്ഞിരിക്കുവല്ലേ? തൽക്കാലം അതൊക്കെ മാറ്റിവെച്ചിട്ട് രാജീവിനെയും അമ്മയും വിളിച്ച് വേഗം അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ. അതൊക്കെ പറയാം, പക്ഷേ ഇവിടെ മറ്റാരും അറിയാതിരുന്ന പിറന്നാള് നീ എങ്ങനെ അറിഞ്ഞ? ആരാ നിന്നോടിത് പറഞ്ഞത്? അതോ രാവിലെ ദൈവം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടോ? ദൈവം പ്രത്യക്ഷപ്പെട്ടില്ല, പറഞ്ഞുമില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ മുൻപേ അറിയുന്ന മറ്റൊരാൾ പറഞ്ഞു. ആര്? വേദ. ആദ്യം ഒരു പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം, പിന്നെ ആ വീട് നടുങ്ങുന്ന നിലവിളി. അത് മതി, എനിക്കത് മതി.
സൂക്ഷിച്ചു ചെയ്യണം. നേരത്തെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം. വയ്ക്കോ. ശരി. എടുത്തി നമ്മൾ ഓർഡർ ചെയ്ത കേക്കാ. ഇതെവിടെ വെക്കേണ്ടത്? ദാ ഇവിടെ വെച്ചാ മതി. ശരി. ഈ ഫ്ലവർ ബേസ് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റാ. ദാ അവിടെ വയ്ക്കാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ഗിരി, നീ കേക്ക് സെറ്റ് ചെയ്യ. ഞാൻ ആ പായസം ഒന്ന് പാത്രത്തിലാക്കട്ടെ. ശരി എടുത്തി. ഗൗരിജി വേഗം, ആരെങ്കിലും അറിഞ്ഞ ആകെ കുഴപ്പമാവും. നീ പേടിക്കാതെ, ആരും കാണില്ല. വാ, നീ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഗ്ലാസ് തിരിച്ചറിയാൻ ഇത് മതി. ഗൗരിജി, ആ ഗ്ലാസ്സിലെ പായസം അവര് തന്നെ കുടിക്കണേ. എങ്ങാനും ഒന്ന് മാറിപ്പോയാ എല്ലാം കൊളാവും. ഒന്നുമില്ല, എല്ലാ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. ചിലപ്പോ ഇത് കഴിക്കുന്ന ആള് തട്ടിപ്പോയാലോ? ഓ, കരുനാക്ക് വളച്ചൊന്നും പറയാതിടി കുരങ്ങ. ഇതേ വളയ്ക്കാൻ ചെയ്യുന്ന പണിയാ, അല്ലാതെ ഓടിക്കാനല്ല. ഈശ്വര രക്ഷിക്കണേ, ഇവളുടെ ഒരു കാര്യം. അതെ, നീ പേടിക്കണ്ട, ഇത് ഞാൻ തന്നെ സെർവ് ചെയ്തോളാം. ഈ ഗ്ലാസ് ഞാൻ തന്നെ എടുത്ത് അവൾക്ക് കൊടുത്തോളാം. കേക്ക് മുറിക്കുമ്പോ സ്വാതി ബോധത്തോടെ കാണില്ല. അച്ഛാ, ഒരു മിനിറ്റ്. ഹലോ മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്താ കാര്യം? ആരാടോ? താനെന്താ ഫോൺ എടുക്കാത്തത്? ഇതാ ഏറാടി വൈദ്യരാ. താൻ ഫോൺ എടുക്ക. കട്ടായി ഏട്ടാ. ദേ,
എന്തായി തന്റെ വണ്ണം കുറയ്ക്കാനുള്ള മരുന്നിന്റെ കാര്യം? ആ, അത് പറയാനായിരിക്കും വിളിച്ചത്. ആ, എന്നാ താൻ അങ്ങോട്ട് തിരിച്ചു വിളിക്ക. ഡോ വിളിക്കടോ. ഞാനേ അച്ഛനോടൊരു കാര്യം പറഞ്ഞിട്ട് വരാം. എങ്ങനെയുണ്ട്? നമ്മള് കൂടെ ചെല്ലുന്നു പറഞ്ഞപ്പോ അവളുടെ മുഖം മാറിയത് കണ്ടോ? ഞാൻ ശ്രദ്ധിച്ചു. നമുക്കൂടി ഡ്രസ്സ് വാങ്ങണമെന്ന് പറഞ്ഞത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ട് കാണില്ല. പിന്നെ അവക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കെന്താ? എന്റെ ഏട്ടനല്ലേ. ഏട്ടന്റെ കയ്യിൽ നിന്ന് ഇഷ്ടപ്പെട്ട സാധനം ചോദിച്ചു വാങ്ങാൻ അവളെക്കാൾ അധികാരം പെങ്ങളായ എനിക്കുണ്ട്. ഗൗരിയച്ചിക്ക് അതിന് അവകാശമുണ്ട്. പക്ഷെ എനിക്കും എന്താ അവകാശം? ഞാൻ അനിയന്റെ ഭാര്യയല്ലേ. അത് തന്നെയാ നിന്റെ അവകാശം. ഈ അനിയനെന്ന് പറഞ്ഞ ആരാ? അങ്ങേരുടെ സ്വന്തം സഹോദരൻ. സഹോദരന്റെ ഭാര്യയ്ക്കും ചേട്ടന്റെ അടുത്ത് കുറച്ച് അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. അത് തന്നെ ധാരാളമാ. പിന്നെ അവൾക്ക് അതിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലേ നമ്മൾ എന്തിനാ അത് അന്വേഷിക്കുന്നത്? അതെ, ഇങ്ങനെ നിന്ന് സമയം പോവും. നീ പോയി വേഗം റെഡിയാവും. ശരി ഗൗരിയച്ചി. ആ അതെ, വാ. അതെ, നമ്മൾ പുറത്തു പോകുന്നതേ എന്റെ ഏട്ടന്റെ കൂടെ മാത്രമല്ല, പിന്നെ സിനിമാ നടൻ നീൽ മഹേഷിന്റെ കൂടെയാ. അത് മറക്കരുത്. ഈ ഡ്രസ് ഓർണമെന്റ്സും എല്ലാം അതിനനുസരിച്ച് വേണം. അത് ഞാൻ ഏറ്റു. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും പരിചയപ്പെടാനും ഒക്കെ ധാരാളം ആളുകൾ വരും. അപ്പൊ നമ്മളും നല്ല ഗമയിൽ നിൽക്കണം. നീൽ മഹേഷിന്റെ ഭാര്യ ആ തടിച്ചേക്കാൾ ആൾക്കാർ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കണം. മനസ്സിലായോ? മനസ്സിലായി ചേച്ചി. എന്നാ ചെല്ല്. ഒരുക്കൊന്നും ഒട്ടും കുറയ്ക്കണ്ട. ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ശരി ചേച്ചി. അടിച്ച് പൊളിക്കണം. നമുക്ക് പാടാം. ഹലോ ഗൗരി. ഹലോ രാജീവേട്ടാ, ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. എന്താ ഗൗരി? അതെ, ഞങ്ങൾ എല്ലാരും കൂടി നീലിന്റെ കൂടെ പർച്ചേസിനായിട്ട് സിറ്റിയിലോട്ട് പോവാ. പർച്ചേസിംഗോ? ആ, ഏട്ടൻ കൂടി അവിടേക്ക് വന്നാലേ കുറച്ച് ഡ്രസ്സ് ഞാൻ ഏട്ടനും കൂടി വാങ്ങിത്തരാം. ഞാൻ വരാം. എവിടെയാ സ്ഥലം? ഷോപ്പിംഗ് മോളാണോ? ആ, ഉറപ്പായി ഞാൻ വരും. അതൊക്കെ ഞാനേ വാട്സാപ്പ് ചെയ്യാം. വേഗം വരണേ. ആ ശരി ശരി. ലൊക്കേഷൻ അയച്ചു തരാൻ മറക്കല്ലേ. ശരി രാജീവേട്ടാ. എന്താടാ, ആരാ വിളിച്ചത്? അമ്മേ, ഗൗരിയാ വിളിച്ചത്. അവര് നീലളിയന്റെ കൂടെ ഷോപ്പിംഗ് മാളില് പർച്ചേസിന് പോന്ന് എന്നോടും ചെല്ലാൻ പറഞ്ഞു. കുറച്ച് ഡ്രസ്സ് എനിക്കും വാങ്ങി തരാന്ന് ഗൗരി പറഞ്ഞു. ആണോ? കഷ്ടം. എടാ, നിനക്ക് നാണം ഉണ്ടാടാ. സ്വന്തം ഭാര്യയ്ക്ക് അവന്റെ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത് നീയാ. അല്ലാതെ അവളുടെ ആങ്ങളുടെ ഡ്രസ്സ് വാങ്ങിക്കുന്നതിന് പിന്നാലെ പോയി ഓസിനെ റാഞ്ചുകയല്ല വേണ്ടത്. ചേടാ, ഇതെന്തൊരു കൂത്ത? അവന്റെ ഭാര്യ അവന് ഡ്രസ് എടുത്ത് കൊടുക്കാൻ വിളിച്ചതിന് നിങ്ങൾ എന്തിനാ ചൂടാവുന്നത്? അല്ലെങ്കിലും ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെ കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും വഴക്ക് പറയും. വേറെ ആരും അല്ലല്ലോ, ഗൗരി അല്ലേ വിളിച്ചേ. നീ അതൊന്നും കാര്യമാക്കണ്ടടാ. നീ പോയിട്ട് വാ. അല്ലെങ്കിൽ തന്നെ നീല നിന്റെ അളിയനാ. അവൻ നിനക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു തന്നെന്ന് കരുതി അതിലൊരു കുറച്ചിലും ഇല്ല. എടാ മോനെ, പിന്നെ ഡ്രസ് എടുക്കുമ്പോഴേ എനിക്ക് നല്ലൊരു കാഞ്ചീപുരം സാരിയും അച്ഛന് നല്ലൊരു ഷർട്ടും കൂടെ വാങ്ങിച്ചോണേ. ഓ, എന്തോ ഒരു ഒഴിയല്. ഇവളാരാടി? അമ്പലത്തിലെ പൂജാരിയോ? ആയിരിക്കും. ഗൗരിയച്ചിയുടെ ഏട്ടനായിരിക്കും അവിടുത്തെ പ്രതിഷ്ഠ. ഇത് ചുമ്മാ സുഖിപ്പിക്കല്, അത്രേ ഉള്ളൂ.
അതിൽ കൂടുതൽ ആത്മാർത്ഥതയൊന്നും ഞാനിതിൽ കാണുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ, ഇനി സമയം കളയണ്ട. ശരിയച്ചാ. സ്വാതി പോവാം. ദാ വരുന്നു. ഞാൻ ഈ താലം ഒന്ന് പൂജാമുറിയിൽ വെക്കട്ടെ. വാ നീലേ, നമുക്കിറങ്ങാം. ചെല്ലുവനെ. ശരിയച്ചാ. വാ. പോയിട്ട് വരാം. പോയിട്ടോ. ഈ സന്തോഷം അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി മാലതി. ഞാൻ മാത്രം ഇങ്ങനെ. ഗൗരിജി, അവർക്കിട്ട് പണി കൊടുക്കാൻ എനിക്കൊരു ഉഗ്രൻ ഐഡിയ കിട്ടി. എന്താടി? വാ പറയാം. അതെ, ഇതിനേക്കാൾ നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. നീ കാര്യം എന്താന്ന് വെച്ചോ പറ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, ഇത് കലക്കും. ഗൗരിജി ചെല്ല്. നീൽ, ഞാനിന്ന് ഇവിടെ ഇരുന്നോട്ടെ. അത് നീൽ പ്ലീസ്, ഇന്നൊരു ദിവസം. എന്റെ ഒരു ആഗ്രഹമല്ലേ, പ്ലീസ്. എന്തുവാടി ഇത്? കഷ്ടം. നീ എന്തിനെങ്ങനെ പട്ടി പോലെ മോങ്ങുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? എന്നാലും ഗിരീട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല. നിന്നോട് മാത്രമാണോ? എന്നെ ചീത്ത പറഞ്ഞ് ഓടിച്ചില്ലേ? അവൻ എന്റെ ആങ്ങളെ തന്നെയാണെന്നോ ഇപ്പൊ എന്റെ സംശയം. വൃത്തികെട്ട ജന്തു. എന്തൊരു നാണക്കേടായിപ്പോയി. എനിക്കാണെങ്കിൽ അവന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കാനാ തോന്നിയത്. അവനാ തടിച്ച് സപ്പോർട്ട് ചെയ്യാനേ നേരുള്ളൂ. കഷ്ടം. നന്ദിനി, ഗൗരി, നിങ്ങളില്ലാതെ പുറത്തേക്ക് പോയില്ലെന്ന് ഏട്ടൻ പറയുന്നത്. വേണ്ട എഴുതി, ഇവരെ കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഗിരി, നീ മിണ്ടരുത്. നീ ഇവരെ ഇത്രയ്ക്ക് ചീത്ത പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാര്യം മനസ്സിലാവുമ്പോ ഗൗരി തനിയെ ഇറങ്ങി പിന്നെ ഇരുന്നേനെ. ഏട്ടന്റെ കൂടെ പുറത്തു പോവാൻ ഇവരൊരുപാട് ആഗ്രഹിച്ചതല്ലേ? അങ്ങനെ അധികം അത്യാഗ്രഹം ഒന്നും പാടില്ല. ആഹാ, അത് കൊള്ളാലോ. എന്റെ ഏട്ടന്റെ കൂടെ പുറത്തു പോകുന്നതാണ് അത്യാഗ്രഹം. അങ്ങനെ മറ്റുള്ളവർ ഇരിക്കേണ്ട സ്ഥാനത്ത് അനാവശ്യമായി കയറിയിരിക്കുന്നത് അത്യാഗ്രഹം. നിനക്ക് വേണമെങ്കിൽ നീ നീലിലൂടെ പൊയ്ക്കോ, പക്ഷേ നന്ദിനി പോണ്ട. ഗിരി, ഞാനാ ഇവളെ വിളിച്ചോണ്ട് പോകുന്നത്. അതല്ല എഴുതി, ഇവരത്ര കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. ഏട്ടന്റെ ഏടത്തിയുടെ സ്വകാര്യതയിൽ തലയിടാതിരിക്കാനുള്ള പക്വത ഇവരല്ലേ കാണിക്കേണ്ടത്. എടാ, ഏട്ടൻ വിളിച്ചിട്ടല്ലേ ഇവര് വന്നത്. അതിന് നീ എന്തിനാ എതിരെ നിൽക്കുന്നത്? ശരി, ഇത്തവണത്തേക്ക് നീ പൊയ്ക്കോ. ഇനി എന്നോട് പറയാതെ ഇത്തരം ഒരു പരിപാടി പ്ലാൻ ചെയ്യരുത്, മനസ്സിലായോ? ഗിരി, നീ എന്താ ഇവളെ കൂട്ടിലടച്ച് വളർത്താൻ കൊണ്ടുവന്നതാണോ? എടാ, കാലം മാറി. സ്ത്രീകൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഗൗരി, ചെന്ന് വണ്ടി കയറ്.